പച്ചപ്പ് ചാലിച്ച പ്ലാച്ചിമടയിലെ പച്ചിലക്കാടുകൾ നെൽവയലും വിണ്ണിൻ്റെ മാറിടം ചുരത്തിയ നീരൊരു നന്മയായി കാത്തിടും ജീവജലം. ഇത് പ്ലാച്ചിമട. പാലക്കാട്ടു നിന്നും 32 കിലോമീറ്റർ അകലെ പെരുമാട്ടി പഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിക്കടുത്തുള്ള ഒരു കാർഷിക ഗ്രാമം. കൈകോർത്ത് നിൽക്കുന്ന കരിമ്പനകളും പുൽമേടുകളും നെൽവയലുകളും സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ ഭൂമി. പ്ലാച്ചിമട എന്നത് ഇന്ന് ഒരു സ്ഥലനാമം മാത്രമല്ല, ഒരു പ്രതീകം കൂടിയാണ്. സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരപോരാട്ടങ്ങളിലെ സൗന്ദര്യ തികവാർന്ന ഒരധ്യായമാണ് പ്ലാച്ചിമട. പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിനെതിരെ തദ്ദേശീയരായ ആദിവാസി സമൂഹം നടത്തിയ അതിജീവന സമരത്തിനു മുന്നിൽ അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകയായ കൊക്കക്കോള കമ്പനി കാലിടറി വീണത് ഇവിടെയാണ്. പ്ലാച്ചിമടയിലെ അടിസ്ഥാന ജനവിഭാഗം ആരംഭിച്ച ഈ സമരം ഇന്ന് വിജയപാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും പുറംതിരിഞ്ഞു നിന്ന ഒരു സാഹചര്യത്തിലാണ് സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. പ്ലാച്ചിമട സമരം പിന്നോട്ട് പോവുകയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സമരവുമായി യോജിച്ച് മുന്നോട്ട് വരുന്നത്. LDF സർക്കാർ അവസാന ഘട്ടത്തിലെങ്കിലും ട്രൈബ്യൂണൽ നിയമിക്കുകയും ആ ട്രൈബ്യൂണൽ മുന്നോട്ട് വെച്ച ശുപാർശകൾ അംഗീകരിക്കുകയും ചെയ്തത് ഒരു വലിയ നേട്ടം തന്നെയാണ്. പ്ലാച്ചിമട സമരം ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ജനകീയ സമരങ്ങൾക്ക് മുന്നിൽ ഒരു ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല എന്നതാണ്. സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് പിറന്നു വീണ നാൾ മുതൽ തന്നെ പ്ലാച്ചിമട സമരത്തെ നെഞ്ചിലേറ്റുകയായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം സോൾഡാറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന പരിപാടികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് കോളക്കെതിരെയുള്ള പോരാട്ടത്തിൽ എവിടെയും അറച്ചു നിന്നിട്ടില്ല, ഒരു ഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല. ഈ സമരത്തോടൊപ്പമായിരുന്നു സോൾഡാറ്റ് എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്ലാച്ചിമട സമര പോരാളികൾക്ക് നിർമ്മിച്ച വീടുകളും ജോലികളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സമരത്തിൽ വ്യാപൃതരായ പോരാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി ഇടപെടലുകൾ സോൾഡാറ്റ് നടത്തുകയുണ്ടായി. പ്ലാച്ചിമടയിലേക്ക് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ശേഖരിച്ച വിഭവങ്ങളുമായി ഒരു പിടി അരിയും ഒരു കുടം വെള്ളവും എന്ന ക്യാപ്ഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് നടത്തിയ ഉജ്ജ്വലമായ ആ പോരാട്ടം സോൾഡാറ്റ് പ്രവർത്തകർ നെഞ്ചിലേറ്റുവാങ്ങിയ ഒരു പോരാട്ടമാണ് പ്ലാച്ചിമടയിലെ പോരാട്ടം. നിരവധി സംഘടനകൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, ആക്ടിവിസ്റ്റുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, അവർക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതുപോലെ തന്നെ സോളിഡാരിറ്റിക്കും വളരെ സന്തോഷിക്കാവുന്ന, സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തും പ്രചോദനവുമേകുന്ന ഒരു നിർണായക സന്ദർഭത്തിലാണ് പ്ലാച്ചിമട സമരം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്ലാച്ചിമടയിലെ സ്വസ്ഥമായ ഗ്രാമജീവിതത്തിനുമേൽ ഇടിത്തി വീഴ്ത്തിക്കൊണ്ട് 1999 കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിൽ കോള നിർമ്മാണം ആരംഭിച്ചത്. 10 ലക്ഷം ലിറ്റർ വെള്ളം അഥവാ 20,000 പേരുടെ പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ വെള്ളമാണ് പ്രതിദിനം കോള കമ്പനി ഊറ്റിയെടുത്തത്.
കൊക്കക്കോള, പെപ്സി തുടങ്ങിയവയിൽ അതിമാരക വിഷങ്ങളായ ലിൻഡേൻ, DDT, മാലത്തിയോൺ എന്നിവയുണ്ടെന്ന സുനിതാ നാരായണൻ്റെ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് കോള ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്ന് കാണിക്കുന്നു. ഏതാനും പേർക്ക് തൊഴിലും ഒപ്പം പ്ലാച്ചിമട, വിജയനഗർ, തൊട്ടിച്ചിപ്പതി, രാജീവ് നഗർ തുടങ്ങിയ ആദിവാസി പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വരൾച്ചയും. തങ്ങളുടെ കിണറുകളിലെ കുടിവെള്ളം വറ്റുകയും കിണറുകളിൽ അവശേഷിച്ച വെള്ളം ഉപയോഗിച്ചവർക്ക് നിരവധി ത്വക്ക് രോഗങ്ങൾ ബാധിക്കുകയും ചെയ്തപ്പോഴാണ് തദ്ദേശീയരായ ആദിവാസി ജനത കമ്പനിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. കോളക്കമ്പനി പ്രദേശത്ത് സൃഷ്ടിച്ച രൂക്ഷമായ കുടിവെള്ളക്ഷാമം തകർത്തത് പ്രദേശവാസികളുടെ ജീവിതത്തിൻ്റെ താളം തന്നെയായിരുന്നു. 2 കിലോമീറ്റർ ദൂരെയുള്ള കൊച്ചിക്കാട് പ്രദേശത്തു നിന്നും കാൽനടയായി പോയി വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥ ഇവരുടെ തൊഴിലിനെയും മക്കളുടെ വിദ്യാഭ്യാസത്തെയും പ്രതികൂലമായി ബാധിച്ചു. കുടിവെള്ളത്തിന് വേണ്ടി ടാങ്കർ ലോറികളെയും പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പ് പതിവ് കാഴ്ചയായി. പ്രദേശവാസികളെ അനുനയിപ്പിക്കാൻ കോളക്കമ്പനി വളമെന്ന പേരിൽ കർഷകർക്ക് നൽകിയ ഖരമാലിന്യത്തിൽ മാരക വിഷാംശങ്ങളായ കാഡ്മിയവും കറുത്തീയവും ഉണ്ടെന്ന BBC റിപ്പോർട്ട് കോളക്കമ്പനിയുടെ ക്രൂരമുഖത്തിൻ്റെ മറ്റൊരു തെളിവായിരുന്നു. ഈ കമ്പനി വന്ന ശേഷം അരിയിട്ട അരി വേവില്ല, പരുപ്പിട്ട പരുപ്പ് വേവില്ല. ചോറ് വെച്ചാൽ അപ്പം തന്നെ ഇറക്കണ്ട് കുട്ടികൾക്ക് മക്കൾക്ക് അപ്പം തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ വളക്കൊഴിയുക, വളം കലക്കി കുഴിയുക, എങ്ങനെ ഇരിക്കണം എന്ന വളം വളക്കാനായിട്ട് വരും. എന്താ എങ്ങനെ ചോറ് വയ്ക്കണം, എങ്ങനെ കൂട്ടം വയ്ക്കണം, എന്താ ഇപ്പം തന്നെ പരിമാണമാണെന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി, വെള്ളം കുടിച്ചാൽ ഒരു ടേസ്റ്റില്ല, ഒരു മധുരം ഇല്ലാണ്ട് ഒക്കെ ഒരു ചൊരിച്ചലാണ്, ഉള്ളിലൊക്കെ ഒരു ചൊരിച്ചൽ, വെള്ളം കുടിക്കുമ്പോൾ ഒരു ചൊരിച്ചൽ, വെള്ളം
ചൂടാക്കി കുളിച്ചാലും മേലൊക്കെ ഒരു ചൊരിച്ചൽ, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇപ്പം നമ്മളുടെ വെള്ളം കേട് വന്നു. ഇനി അവിടെ പോയി വെള്ളം കൊണ്ടുവരും. എന്തോ ഞങ്ങൾക്ക് വെള്ളം തന്നെ വേണ്ടിയത്. ഞങ്ങൾക്ക് പണിയില്ലെങ്കിലും കിടക്കട്ടെ, ഞങ്ങൾക്ക് വെള്ളം, കുടിവെള്ളം വേണം. 2 ദിവസം പണി ചെയ്ത് പിന്നെ 2 ദിവസത്തിന് വെള്ളം കോരി വെക്കണം. ഈ കുട്ടികൾക്ക് തൊണ്ട വരണ്ട് കിടക്കുമ്പോൾ പച്ചവെള്ളം കൊടുക്കാനില്ലെന്ന് പറയാൻ പറ്റുമോ? തല്ലി കൊന്നാലും ഞങ്ങൾ ഇവിടെ മരിക്കും. ഞങ്ങൾ അല്ലാണ്ട് ഇവിടെ ഇരുന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇടയിൽ പോവില്ല. വെള്ളമില്ലാണ്ട് കുഞ്ചു മക്കൾ ഞങ്ങൾ എന്ത് കാട്ട്? ഞങ്ങൾക്ക് 5 പൈസ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് പൈസ തരുകയാണെങ്കിൽ അതിന് ചീലിടി, കമ്പിന് പൂട്ടി ചീലിടിനപ്പം എന്നിട്ട് ഞങ്ങൾക്ക് പൈസ തരും. ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്കറിയില്ല ഈ കൊക്കോകോള വെള്ളത്തിന് കേട് വരുത്തുന്നു. ഈ വെള്ളം കുടിക്കാൻ പാടില്ല. എത്രയോ ആൾക്കാർക്ക് അതുകൊണ്ട് അസുഖം കൂടി വന്നിട്ടുണ്ട്. അവിടെ പെണ്ണുങ്ങളും മക്കൾക്ക് അങ്ങനെ ഒരു 10-15 ആളിനെ ഇരിക്കും അവർ മരിച്ചത്. 2-3 പെണ്ണുങ്ങൾ ചെക്കന്മാരും ഒക്കെ മരിച്ച്. നേരിട്ട് കാണാതെ ദൈവം പോലെ സോൾഡാരിക്കാർ തന്നെ ഞങ്ങൾക്ക് അത്ര സഹായം ചെയ്തത്. അവർ അരി കൊണ്ടുവന്നു, പരിപ്പ് കൊണ്ടുവന്നു, പയറ് കൊണ്ടുവന്നു, കുട്ടികൾക്ക് മക്കൾക്കും പഠിക്കാൻ പോകാൻ പുസ്തകം കൊണ്ടുവന്ന് തന്നു, ബാഗ് കൊണ്ടുവന്ന് തന്നു, പിന്നെ അത് കുട കൊണ്ടുവന്ന് തന്നു. എന്ത് വേണമെങ്കിലും അവർ സഹായിക്കും. ഞങ്ങളുടെ അടുത്ത് എന്തുണ്ട് കണ്ണ? തീവ്രവാദി ഞങ്ങളെ കൊണ്ടുപോവുക. ഞങ്ങളുടെ അടുത്ത് അവർ തീവ്രവാദിയുമല്ല, പിന്നെ കള്ളന്മാരുമല്ല, ഞങ്ങളെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്ന ആൾക്കാരുമല്ല. അവർ അങ്ങനത്തെ ആളെന്നാൽ ഞങ്ങൾക്ക് ഇത്ര സഹായമൊന്നും ചെയ്യണ്ട. നല്ലവരിനെ കുറ്റക്കാരാക്കണമെന്ന് നാട് മുന്നിലുണ്ടാകും. നേരിട്ട് ദൈവത്തിനെ ഞങ്ങൾ കണ്ണിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടത് സോൾഡാരാണ് ഞങ്ങളുടെ ദൈവം പോലെ. പിന്നെ അവിടെ കൊക്കോകോള അവിടെ ഇല്ലാണ്ട് അവർ പണിക്കാർ ജോലിക്കാർ ഒരുത്തരും ഇല്ലാണ്ട് പോകണം, അടച്ചു പൂട്ടി പോകണം. ഈ കൊക്കോകോല ഓടിയപ്പോൾ വെള്ളം കേട് വന്നതാണ്, കുടിക്കാൻ പറ്റില്ല. ഉപ്പ് വെള്ളം പോലെ ഉണ്ടാകും, കസ്കും വെള്ളം കസ്കും. അപ്പോൾ ഇവർ സോൾഡായിരിക്കാരായിട്ട് ഇവർ പട്ടയില്ലാത്ത ആൾക്കാരിന് ഇവർക്ക് നമുക്ക് വീട് കെട്ടിക്കൊടുക്കുക പറഞ്ഞാൽ അവരാണ് ഇത്രയും സഹായം ഞങ്ങൾക്ക് ചെയ്ത് തന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെ ആരും ചെയ്ത് തന്നിട്ടില്ല ഇതുവരെയായിട്ട്. വെള്ളത്തിനെ ഞങ്ങൾ വേണുവട്ടെ സോൾഡായിരിക്കാരായിട്ടാണ് വെള്ളം വേണം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുടിവെള്ളം വണ്ടി വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെട്ടിയാലും കുത്തിയാലും ഇവിടെ തന്നെ മരിക്കണം പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുകയാണ്. സമരപ്പന്തൽ അഗ്നിക്കിരയാക്കുവോളം വളർന്ന ഈ സംഘർഷത്തെ സമരസമിതിയും ഐക്യദാർഢ്യ സമിതിയും സമചിത്തതയോടെ നേരിടുകയും സമരപ്പന്തൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. പ്ലാച്ചിമട സമരത്തിൻ്റെ തുടക്കത്തിൽ തികഞ്ഞ അവഗണനയാണ് സമരത്തിന് ലഭിച്ചത്. മാധ്യമം ദിനപത്രവും ചില സാമൂഹിക പ്രസ്ഥാനങ്ങളും മാത്രമാണ് സമരത്തെ പിന്തുണച്ചത്. സമരം ഇനിയും നമ്മൾ നിർത്തിയിട്ടില്ല. കാരണം പ്ലാച്ചിമടയിലെ
അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. കൊക്കോ കോള കമ്പനിക്കെതിരെ കുറ്റവിചാരണ നടത്തിയിട്ടില്ല, അവരെ പ്രതിയാക്കി കേസെടുത്തിട്ടില്ല. അവരോട് നഷ്ടപരിഹാരം വേണം എന്ന് ഉന്നതാധികാര സമിതിയുടെ ശുപാർശ പ്രകാരം നഷ്ടപരിഹാര ട്രിബ്യൂണൽ ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ മൊത്തം പ്രതിനിധിയായിട്ടുള്ള പ്രസിഡൻറ്റിനെ കൊണ്ട് അംഗീകാരത്തിന് അയച്ചിട്ടുണ്ടെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കൊക്കെ പ്രതി കൊക്കോ കോളയാണെങ്കിൽ കൊക്കോ കോളയ്ക്കെതിരെ ഇതുവരെയായിട്ട് സർക്കാർ ഒരു ശിക്ഷാ നടപടി എന്നുള്ള നിലയ്ക്ക് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്ലാച്ചിമട പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളൊരു നിലപാട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആത്മാർത്ഥമായി പ്ലാച്ചിമട ജനതയോട് അവിടുത്തെ ഇരകളോടോ കൂറു പുലർത്തിക്കൊണ്ടല്ല സർക്കാർ ഭാഗത്ത് വന്ന് ഇതുവരെയും വന്നിട്ടുള്ള നടപടികൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് ആയിരിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. സോളിഡാരിറ്റി സമരത്തിന് തന്നെ ഒരു ദിശാബോധം നൽകിയായിരുന്നു. സമരത്തിൽ നിന്ന് തന്നെ പല ആളുകളും സമരം ആരംഭിച്ച സമയത്ത് തന്നെ പല പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെയായിരുന്നു തദ്ദേശവാസികൾക്ക് പിന്തുണ നൽകിയത്. സമരസമിതിയിലെ തന്നെ ചില വ്യക്തികൾ ഇനി ഇവിടെ സമരം ആവശ്യമില്ല, ഇനി ഗവൺമെൻറ് എല്ലാം ചെയ്യും, കോളയൊക്കെ നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മാറിപ്പോയ സമയത്ത് സമരസമിതിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സമരസമിതിക്ക് ഈ നിർണായക ഘട്ടത്തിൽ വളരെ ദിശാബോധം നൽകിയത് സോളിഡാരിറ്റിയെ പോലുള്ള പങ്കാളിത്തവും ഇടപെടലും സമരസമിതിയെ സംബന്ധിച്ച് മറക്കാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പൊരുതുക നമ്മൾ, പൊരുതുക നമ്മൾ വാഴും തിന്മകൾക്കെതിരെ കേഴും നാടിനു വേണ്ടി. നാം നമുക്കായി നന്മയിൽ അണിചേർന്നൊത്തു വിളിക്കുക സിന്ദാബാദ്. നാം നമുക്കായി നന്മയിൽ അണിചേർന്നൊത്തു വിളിക്കുക സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. ഓർമ്മിരിക്കുക പൊരുതുക നമ്മൾ വാഴും തിന്മകൾ കേഴും നാടിനു വേണ്ടി. പ്ലാച്ചിമട സമരത്തിൻ്റെ 1-ാം വാർഷികത്തിലാണ് കാലത്തിനുമേൽ യുവതയുടെ വിപ്ലവമുദ്രയുമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് പിറവികൊള്ളുന്നത്. സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കളക്ടറേറ്റ് മാർച്ച്, ടേബിൾ ടോക്ക്, ബഹുജന കൺവെൻഷൻ എന്നിവ പ്ലാച്ചിമട സമരത്തിൻ്റെ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചു. പ്ലാച്ചിമട ഉയർത്തിയ സാമൂഹ്യവും രാഷ്ട്രീയവും ധാർമ്മികവുമായ നിരവധി ചോദ്യങ്ങളുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ജലോപയോഗത്തിൽ കുടിവെള്ളം, കൃഷി, വ്യവസായം എന്നിവയിൽ ഏതിനാണ് മുൻഗണന? പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കെല്ലാം സുലഭമായി ലഭിക്കേണ്ട കുടിവെള്ളം കച്ചവടമാക്കുന്നതിലെ ധാർമ്മികത എന്താണ്? തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തിയാണ് പ്ലാച്ചിമട സമരം മുന്നോട്ടു പോകുന്നത്. ഇത് കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെച്ചാൽ സമരം അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല. അവിടുത്തെ ജനങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, കാർഷിക മേഖലയുണ്ടായിട്ടുള്ള നഷ്ടം, അതുപോലെ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ടുള്ള പ്രശ്നം, മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ പരിഹാരം കാണാതെ ഒരു ദിവസം സമരം അവസാനിപ്പിച്ചിട്ട് പോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായത്തിനായിരുന്നു സമര സമിതിയും ഐക്യദാർഢ്യ സമിതിയും എത്തിച്ചേർന്നത്. സമരം വീണ്ടും ശക്തമായി. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന ആവശ്യത്തിന് മുൻതൂക്കം വന്നു. പല സമരങ്ങളും അവിടെ നടക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വീടിന് നേർക്ക് പോലും പ്ലാച്ചിമടയിലെ സമരസമിതിക്കാർ മറ്റേ ജാഥ മാർച്ച് നടത്തിയിരുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഈ സമരത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കാളിത്തമാണ് അവരവിടെ കാഴ്ചവെച്ചത്. മറ്റേ ആളുകളെ കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തിക സഹായം നൽകിയും സമരത്തിൽ ഏർപ്പെട്ടുള്ള ആളുകൾക്ക് ആഹാരം, അതുപോലെ വീട് തകർക്കപ്പെട്ട ആളുകൾക്ക് വീട് കെട്ടിക്കൊടുക്കുക തുടങ്ങിയ
എത്രയോ മറ്റേ മനുഷ്യ നന്മയ്ക്ക് പ്രയോജനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സോളിഡാരിറ്റി നടത്തിയിരുന്നു. തുടക്കം മുതൽ തന്നെ അവരിപ്പോഴും സമരത്തിൽ സജീവമായി നിലനിന്നു വരുന്ന ഒരു സംഘടനയാണ്. വീണ്ടും സമരം ശക്തമായതോടുകൂടി സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 12ാം നിയമസഭയുടെ അവസാന ദിവസമാണ് ഈ കോള കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ട്രൈബ്യൂണൽ രൂപീകരണത്തിന് സർക്കാർ ബില്ല് കൊണ്ടുവന്നതും ബില്ല് പാസ്സായിട്ടുള്ളതും. ഇനി ആ ബില്ല് പ്രാവർത്തികമാകണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയേ മതിയാവും. അപ്പോൾ അതിനു വേണ്ട ഒരു സംരംഭത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത്. 2003 ജനുവരി 26 പ്ലാച്ചിമടയിൽ നിന്ന് അയോധ്യയിലേക്ക് മേധാ പട്കർ നയിച്ച ദേശ് ബച്ചാവോ ആന്തോളൻ യാത്ര ഈ സമരത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ ലഭിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. സമരചരിത്രത്തിലെ അവിസ്മരണീയമായ നാമങ്ങളിലൊന്നാണ് മൈലമ്മയുടേത്. കോളക്കമ്പനി പ്രദേശത്ത് വരുത്തിയ കെടുതികളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ മൈലമ്മ സമരരംഗത്തേക്ക് കടന്നു വരികയും സമരത്തിന് ധീരമായി നേതൃത്വം നൽകുകയും ചെയ്തു. ഒടുവിൽ കൊക്കക്കോള സമ്മാനിച്ച ത്വക്ക് രോഗം മൂലം മരണത്തിന് കീഴടങ്ങിയ മൈലമ്മ പ്ലാച്ചിമട സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി. പ്ലാച്ചിമട സമരചരിത്രത്തിലെ സവിശേഷമായ ഒരധ്യായമാണ് 2005 മാർച്ച് 20 നടന്ന പ്ലാച്ചിമട ഐക്യദാർഢ്യ സമ്മേളനം. നഷ്ടപരിഹാരം നൽകി കോളക്കമ്പനി നാടുവിടുക എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഒരു പിടി അരിയും ഒരു കുടം വെള്ളവുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 200-ലധികം വാഹനങ്ങളിലായി ആയിരക്കണക്കിന് സോളിഡാരിറ്റി പ്രവർത്തകർ ഒത്തുചേർന്നപ്പോൾ സമരക്കാർക്ക് ലഭിച്ചത് ടൺ കണക്കിന് അരിയും മറ്റു ഭക്ഷ്യസാധനങ്ങളുമായിരുന്നു. മാസങ്ങളോളം സമരക്കാരുടെ പട്ടിണിയകറ്റിയ ഈ സംരംഭത്തെ ഓരോ പ്ലാച്ചിമട നിവാസിയും സോളിഡാരിറ്റി പ്രവർത്തകരും തികഞ്ഞ ആത്മഹർഷത്തോടെയാണ് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത്. പ്ലാച്ചിമട സമരത്തെ കക്ഷിരാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഇടക്കാലത്ത് നടന്നുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് സമരം മുന്നോട്ടുപോയി. പ്ലാച്ചിമടയിലെ പോരാളികളെ നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. ജീവൻ നൽകി രക്തം നൽകി വിപ്ലവ യുവത നിങ്ങൾക്കൊപ്പം. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയുടെ പ്രവർത്തനം മൂലം ദുരിതമനുഭവിച്ച അതിൻ്റെ ഇരകളാണ് അത്തരം സമരത്തിന് നേതൃത്വം നൽകിയത് എന്നാണ്. 2002 ഏപ്രിൽ 22 ഔദ്യോഗികമായി ആരംഭിച്ച ആ സമരത്തിന് ആദ്യമായിട്ട് നേതൃത്വം കൊടുത്തത് ഇരകളായ അവിടുത്തെ തദ്ദേശവാസികളാണ്. മറ്റെല്ലാ സാമൂഹ്യ സംഘടനകളും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും അതിന് പിന്തുണയുമായിട്ട് പിന്നീട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്ലാച്ചിമട സമരം 2000-ന് ശേഷം കേരളത്തിൽ നടന്ന മറ്റൊറ്റേറെ ജനകീയ സമരങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു സമരമായിട്ട് മാറിയ ചരിത്രമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ പ്ലാച്ചിമട സമരം 2002 ഏപ്രിൽ 22 ആരംഭിച്ച് ഒരു വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പിറവി കൊള്ളുന്നത്. സോളിഡാരിറ്റി തന്നെ ആദ്യമായി ഇടപെട്ട സാമൂഹ്യ ഇടപെടലുകളിലൊന്ന് പ്ലാച്ചിമട സമരമായിരുന്നു. തീർച്ചയായിട്ടും സോളിഡാരിറ്റി 2003 ആഗസ്റ്റ് 6 നടത്തിയ കലക്ട്രേറ്റ് മാർച്ച്, സെപ്റ്റംബർ 3 നടത്തിയ ടേബിൾ ടോക്ക്, അതുപോലെ തന്നെ സെപ്റ്റംബർ 25 പാലക്കാട് ടൗൺ നടത്തിയ ബഹുജന കൺവെൻഷനും ഒക്കെ ഈ പ്ലാച്ചിമട സമരത്തിന്റെ പ്രചാരണപരതയെ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ സമരത്തിനൊരു നവജീവൻ നൽകുന്നതുമായിരുന്നു. പിന്നീട് 8 വർഷമായി ഇന്നുവരെ ആ സമരത്തോടൊപ്പം നിലകൊണ്ടു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് സോളിഡാരിറ്റി മനസ്സിലാക്കുന്ന. പോകുന്നത് പോലെയും ഹിന്ദുക്കൾ കാശിയിൽ പോകുന്നത് പോലെയും പ്ലാച്ചിമടയിലേക്കുള്ള ഈ യാത്ര സോളിഡാരിറ്റി പ്രവർത്തകർക്ക് ഓർത്തിരിക്കാനുള്ള ഒരു തീർത്ഥയാത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ ശ്രദ്ധേയമായ ജനകീയ സമരമാണ് പ്ലാച്ചിമടയിൽ നിന്ന്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെ അടിച്ചമർക്കപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട ഇരകളായി മാറിയ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സമരമായിരുന്നത്. പരിസ്ഥിതി സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും
നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളും ദൈവിക ദർശനത്തിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സോൾഡാറ്റിയെ പോലെയുള്ള സംഘടനകളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും ജനാധിപത്യപരമായ രീതിയിൽ സമരം നയിക്കുകയും ആ സമരത്തെ പരാജയപ്പെടുത്താനുള്ള നിരന്തരമായ ശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടായി. എങ്കിലും അവിടുത്തെ ജനങ്ങൾ പ്രയാസമനുഭവിക്കുന്ന, കുടിവെള്ളം നഷ്ടപ്പെട്ട, മണ്ണ് മലിനമായ, വായു വിഷമയമായി മാറിയ അവിടുത്തെ അതിൻ്റെ ദുരന്തമനുഭവിക്കുന്ന അവിടുത്തെ ജനങ്ങൾ അതിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ പ്രകോപനങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അടിയുറച്ചു നിൽക്കുകയുണ്ടായി. വിൽക്കപ്പെടുകയില്ല തങ്ങൾ എന്ന ഉറച്ച തീരുമാനമായിരുന്നു അതിൻ്റെ സമരത്തിന് മുന്നണിയിലുണ്ടായിരുന്ന എല്ലാവർക്കും. ഇത് വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ നടത്തിയ സമരമല്ല, വലിയ സാംസ്കാരികമായ പാരമ്പര്യമുള്ള നടത്തിയ സമരമല്ല. സ്വന്തം പേരെഴുതാൻ പോലും അറിയാത്ത നിരക്ഷരരായ സ്ത്രീകളും പുരുഷന്മാരുമാണ് ആ സമരം നടത്തിയത്. വിശേഷിച്ചും സാധാരണക്കാരികളായ സ്ത്രീകൾ. അത് ഇന്ത്യയിലെ ഒരു വിമോചന സമരത്തിൻ്റെ രാജപാതയിലെ ഒരു പുതിയ അധ്യായമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അടിച്ചമർക്കപ്പെടുകയും അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ജനതയ്ക്കുള്ള പോരാട്ടത്തിൻ്റെ പ്രചോദനമായി അത് മാറുകയും ചെയ്യും. തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, നഷ്ടപരിഹാരം വാങ്ങാൻ നീതിപൂർവമായൊരു സംവിധാനം സജ്ജമാക്കുവാൻ ഭരണകൂടം നിർബന്ധിതമാകുമാറ് അവിടെ സമരം മുന്നോട്ട് പോവുകയുണ്ടായി. ഈ സമരത്തിന് വളരെ നിർണായകമായ സംഭാവന ചെയ്ത എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരെയും പരിസ്ഥിതി സംഘടനകളെയും നവ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും സോൾഡാറ്റിയുമൊക്കെ സന്ദർഭത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹം. പ്ലാച്ചിമടയിലെ മണ്ണിനും മനുഷ്യനുമുണ്ടായ കെടുതികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ജയകുമാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭ പാസാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബിൽ സമരത്തിൻ്റെ വലിയ വിജയമാണ്. പക്ഷേ 216.24 കോടിയുടെ നഷ്ടപരിഹാരം കൊണ്ട് എല്ലാം വീണ്ടെടുക്കാനാവണം എന്നില്ല. എങ്കിലും ലോകം നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് ശക്തികളിൽ നിന്നും ആദിവാസി ജനതയ്ക്ക് നിയമാനുസരണം ഈ സംഖ്യ ലഭിച്ചാൽ അത് ലോകത്തിലെ എക്കാലത്തെയും സമരചരിത്രങ്ങളിലെ തിളങ്ങുന്ന ഒരധ്യായമായി മാറും. തിരികെ പിടിക്കുവാൻ കയ്യൊപ്പ് ചാർത്തിയ യൗവനങ്ങൾ നെഞ്ചോട് ചേർത്തവരൊന്നിച്ചുരുവിട്ട് വിപ്ലവധ്വനിയായി മുഴക്കും വാക്കുകൾ. നന്മയിലേക്കൊരു ചുവടുവെപ്പ്, നാളെകൾ വെല്ലുന്ന കുതികുതിപ്പ്, നട്ടുച്ച സൂര്യന്റെ നെഞ്ചുറപ്പ്, തീയിൽ മുളച്ച തയ്യാറെടുപ്പ്. നന്മയിലേക്കൊരു ചുവടുവെപ്പ്, നാളെകൾ വെല്ലുന്ന കുതികുതിപ്പ്, നട്ടുച്ച സൂര്യന്റെ നെഞ്ചുറപ്പ്, തീയിൽ മുളച്ച തയ്യാറെടുപ്പ്. അടിവെച്ചു മുന്നോട്ട് വന്നിടുന്നു ഞങ്ങൾ അടിമകൾക്കൊരു പടയൊരുക്കിടുന്നു. അടിവെച്ച് മുന്നോട്ട് വന്നിടുന്നു ഞങ്ങൾ അടിമകൾക്കൊരു പടയൊരുക്കിടുന്നു. നന്മയിലേക്കൊരു ചുവടുവെപ്പ്,